സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? ഗാന്ധിജിയുടെ അവസാനത്തെ കേരള യാത്ര 1937 1937. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ ആണ്. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് PT ഉഷ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയാണ്. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ധാതുക്കളുടെ രാജാവ് സ്വർണം. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. നവഭാരതത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗാ നദിയിലൂടെയുള്ള ദേശീയ ജലപാതയാണ് NW1. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹി. ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5 വളയങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് PC മഹാലനോബിസ്. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ്? എപ്പോഴും മുന്നോട്ട് എന്നത് ഏഷ്യാഡിന്റെ ആപ്തവാക്യമാണ്. ഏഷ്യാഡ്. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്? 21 വർഷമാണ്. 1893 to 1914. ഇത്രയും കാലഘട്ടത്തിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്. 21 വർഷം. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കരിന്തണ്ടൻ താമരശ്ശേരി ചുരം. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഏത് ആവശ്യത്തിനാണ്? ഗാന്ധിജി ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥമാണ് ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം. വന്ദേ മാതരം ഉൾപ്പെട്ടിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നതാണ്? ആനന്ദമഠം നോവലാണ് വന്ദേ മാതരം ഉൾപ്പെട്ടിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? നോവൽ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയമാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയം. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. ലോക സോറിയാസിസ് ദിനം ഒക്ടോബർ 29. ലോക സോറിയാസിസ് ദിനം ഒക്ടോബർ 29. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. വീക്ഷണ സ്ഥിരത. കണ്ണിന്റെ വീക്ഷണ ക്ഷമത 1/16 സെക്കൻഡ് ആണ്. 1/16 സെക്കൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വർക്കർ എന്നാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതാണ്. ആക്ടിവിസ്റ്റ് വർക്കർ എന്നതാണ് ആശാ വർക്കർ എന്നതിൻ്റെ പൂർണ്ണരൂപം. കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ്? കോട്ടുകോണം മാവാണ്. മാവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് സുഭദ്രകുമാരി ചൗഹാനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സത്യാഗ്രഹി സുഭദ്രകുമാരി ചൗഹാൻ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23.
ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹെയ്ഡ്സ്. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹെയ്ഡ്സ്. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളിയാണ് സ്ക്ലീറ. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറ. PK കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക കലാകാരനാണ് PK കാളൻ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണം. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിൻ്റെ പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിൻ്റെ പിണ്ഡം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നി. ഏത് വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? കേരളത്തിൻ്റെ ദേശീയോത്സവം ഓണമാണ്. ഓണം ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1961. 1961. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് ബ്ലാക്ക്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് ഏത് വർഷമാണ്? 2013. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്നത് 1812. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട്ട് തടാകമാണ്. വയനാട് ജില്ലയിലെ പൂക്കോട്ട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഗാന്ധിപുരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി ഹസ്രയാണ്. ഗാന്ധിപുരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷിയാണ് മാതങ്കിനി ഹസ്ര. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്തത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. മലബാറിനെ പ്രതിനിധാനം ചെയ്തത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണുള്ളത്? 6 അധ്യായങ്ങളാണുള്ളത്. വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണുള്ളത്? 6. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് ഏതാണ്? മുദ്രാ ബാങ്കാണ്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്കാണ് മുദ്രാ ബാങ്ക്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 4 മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് വ്യത്യാസപ്പെടുന്നു. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6 ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില. 98.6 ഫാരൻഹീറ്റ്.
അവസാനത്തെ ചോദ്യമാണ് ഈ ക്ലാസ്സിലെ. എംഫിസിമ ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശമാണ്. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്